ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ നീതിമാന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ആനി മാത്യു. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നീതികെട്ടവരുടെ മുൻപിൽ പെട്ടുപോയത് ആരാണ്? ഉത്തരം ഇതാണ്: അബ്നേർ. 2 ശമൂവേൽ 3-ാം അധ്യായം 34-ാം വാക്യം. അടുത്ത ചോദ്യം: മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം: ശൂഹ്യനായ ബിൽദാദിൻ്റേത്. യോബിൻ്റെ പുസ്തകം 25:4. അടുത്ത ചോദ്യം: അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: ദാവീദ്. സങ്കീർത്തനങ്ങൾ 11:3. അടുത്ത ചോദ്യം ഇതാണ്: നീതിമാൻ എന്നേക്കും എവിടെയിരിക്കും? ഉത്തരം: ഓർമ്മയിൽ. സങ്കീർത്തനം 11:26. അടുത്ത ചോദ്യം: നീതിമാന്മാരുടെ എന്തിനെയാണ് യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നത്? ഉത്തരം: വാസസ്ഥലത്തെ. സദൃശ്യവാക്യം 3-ാം അധ്യായം 33-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീതിയിൽ വിതപ്പിൻ, എങ്ങനെ കൊയ്യണം? ഉത്തരം: ദയക്കൊത്തവണ്ണം. ഹോശേയ 10:12. അടുത്ത ചോദ്യം: നീതിമാന്മാരുടെ എന്തിനെയാണ് യഹോവ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ ആക്കുന്നത്? ഉത്തരം: പാതയെ. സദൃശ്യവാക്യം 4:18. അടുത്ത ചോദ്യം: നീതിമാൻ എങ്ങനെയാണ് വളരുന്നത്? ഉത്തരം: ലെബാനോനിലെ ദേവദാരു പോലെ. സങ്കീർത്തനം 92:12. അടുത്ത ചോദ്യം ഇതാണ്: നീതി ഉടുപ്പായിരുന്നവൻ ആരാണ്? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 29:14. അടുത്ത ചോദ്യം: നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കാത്തത് ആരാണ്? ഉത്തരം: പാപികൾ. സങ്കീർത്തനം 1:5. അടുത്ത ചോദ്യം ഇതാണ്: നീതിമാന്മാർക്ക് യഹോവയോട് ഉള്ളത് എന്താണ്? ഉത്തരം: സഖ്യത. സദൃശ്യവാക്യം 3:32. അടുത്ത ചോദ്യം: നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നത് ആരാണ്? ഉത്തരം: നോഹ. ഉൽപ്പത്തി 6:9. അടുത്ത ചോദ്യം: നീതിമാൻ ദാനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം: കൃപാലുവായി. സങ്കീർത്തനം 37:21. അടുത്ത ചോദ്യം: നീതിമാന് ദോഷം നിരൂപിക്കുന്നത് ആരാണ്? ഉത്തരം: ദുഷ്ടൻ. സങ്കീർത്തനം 37:12. അടുത്ത ചോദ്യം: നീതിമാന്മാരുടെ വായ് പ്രസ്താവിക്കുന്നത് എന്താണ്? ഉത്തരം: ജ്ഞാനം. സങ്കീർത്തനം 37:30. അടുത്ത ചോദ്യം: നീതിമാനെ പട്ടിണി കിടത്താത്തത് ആരാണ്? ഉത്തരം: യഹോവ. സദൃശ്യവാക്യം 10:3. അടുത്ത ചോദ്യം: നീതിമാന്റെ ഓർമ്മ എങ്ങനെയുള്ളതാണ്? ഉത്തരം: അനുഗ്രഹിക്കപ്പെട്ടത്.
സദൃശവാക്യം 10:7. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീതിമാന്മാർ എവിടെ നിന്ന് ഒഴിഞ്ഞു പോകും? ഉത്തരം കഷ്ടത്തിൽ നിന്ന്. സദൃശവാക്യം 12:13. അടുത്ത ചോദ്യം. നീതിമാൻ ഒരു നാളും എന്താകുകയില്ല? ഉത്തരം കുലുങ്ങിപ്പോകുകയില്ല. സദൃശവാക്യം 10:30. അടുത്ത ചോദ്യം. നീതിമാന്റെ വായ് മുളപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനം. സദൃശവാക്യം 10:31. അടുത്ത ചോദ്യം. നീതിമാൻ എങ്ങനെയാണ് വിടുവിക്കപ്പെടുന്നത്? ഉത്തരം പരിജ്ഞാനത്താൽ. സദൃശവാക്യം 11:9. അടുത്ത ചോദ്യം. നീതി എവിടെ നിന്ന് വിടുവിക്കുന്നു? ഉത്തരം മരണത്തിൽ നിന്ന്. സദൃശവാക്യം 11:4. അടുത്ത ചോദ്യം. നീതിമാന്റെ ശിരസിന്മേൽ എന്താണ് വരുന്നത്? ഉത്തരം അനുഗ്രഹങ്ങൾ. സദൃശവാക്യം 10:6. അടുത്ത ചോദ്യം ഇതാണ്. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ സന്തോഷിക്കുന്നത് എന്താണ്? ഉത്തരം പട്ടണം. സദൃശവാക്യം 11:10. അടുത്ത ചോദ്യം. നീതിമാന്മാരുടെ എന്താണ് ഇളകിപ്പോകാത്തത്? ഉത്തരം വേര്. സദൃശവാക്യം 25:3. ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്.